ഹലോ നൻപൻസ്, എല്ലാവർക്കും മിസ്റ്റർ നന്നുട്ടേക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നൻപൻസ്, ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ഒരു ആപ്പിളിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു ഫാക്റ്റ് ആണ്. സോ ഗൈസ്, എന്താണ് സംഭവം എന്ന് ഞാൻ പറയട്ടെ. നമ്മളെ ഫസ്റ്റ് ആദ്യത്തെ ആപ്പിൾ ലോഗോ ഏതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സോ ന്യൂട്ടൺ വിചിത്രമായി, അതായത് ന്യൂട്ടൺ ഉണ്ടല്ലോ, ഐസക് ന്യൂട്ടൺ ആദ്യകാലത്ത് സർ ഐസക് ന്യൂട്ടൺ എന്നാണ് പേര്. ഒരു മരത്തിന്റെ കീഴിൽ ഇരിക്കുന്ന ഒരു ചിത്രവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തലയിൽ ആപ്പിൾ വീഴുന്ന ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ സെന്ററിൽ ഇവർ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? ഞാനിവിടെ കൊടുക്കാം. ഓക്കെ, ഇവിടെ കൊടുക്കാം. അതിന്റെ മലയാളം പറയുകയാണെങ്കിൽ ന്യൂട്ടൺ വിചിത്രമായ എന്താ പറയുക, ചിന്തകളുടെ സമുദ്രങ്ങളിലൂടെ ഒരു ഏകാഗിയായ മാനസിക എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മലയാളത്തിൽ തർജിമ ചെയ്യുമ്പോൾ ഉള്ള സംഭവമാണ് പറഞ്ഞത്. പക്ഷേ നൻപൻസ്, ഈ ലോഗോ ഡിസൈന് ക്രിയേറ്റ് ചെയ്ത് ഏത് വർഷം എന്നറിയോ? ഈ ലോഗോ 1970 രൂപകൽപ്പന ചെയ്തത്. അതിൻ്റെ അതിർത്തിക്കും ചുറ്റുമായി ഇങ്ങനെ ഒരു വാചകവും ഉണ്ടായി. ഇങ്ങനത്തെ ഒരു വാചകമാണ് ഉണ്ടായത്. അതായത് ഐസക് ന്യൂട്ടന്റെ ആദ്യത്തെ ആ ഒരു സംഭവമാണ് നമ്മുടെ ആപ്പിൾ ഡിസൈൻ ചെയ്യുന്നവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ നമ്മുടെ ടിംകോ കണ്ണൻ അതൊന്നും മാറ്റിപ്പിടിച്ചു. സോ ഗൈസ്, ഇത് ഒരിക്കലും നടക്കില്ല. ഒരു ഫോണാണ്, ഫോണിന്റെ പിന്നെ ബാക്കിൽ ഒരു ചെറിയൊരു ലോഗോ മതി. സോ ഗൈസ്, അങ്ങനെയാണ് ഈ ഒരു ആ ലോഗോ എടുത്ത് മാറ്റിയിട്ട് ആപ്പിളിന്റെ കടിച്ച ലോഗോ വന്നത്. സബ്സ്ക്രൈബ്, ഫോളോ മോർ വീഡിയോസ്. ബൈ.